ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, മമ്പാട് കഫി അല്ലേ? അനക്കൊക്കെ വേറെ പണിയെടുത്തൂടെ ചങ്ങായി? ഈ ഏർപ്പാട് തന്നെയുള്ളൂ അനക്കൊക്കെ. അല്ല, നമ്മുടെ മുഹമ്മദ് അലിയുടെ മരണത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അനക്കൊക്കെ അത് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒരു പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയല്ലേ? ഇതാരാ? അല്ല, ഒരു പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഇവിടെ ലോകത്തിറക്കുന്ന വിഷയമൊക്കെ എന്നോട് പറയാം. ഇതാരാ ഈ സമൂഹത്തില്? എന്നാലും അദ്ദേഹം ഒരു ഇസ്ലാം മതം സ്വീകരിച്ച് മയ്യത്തായ ഒരു വ്യക്തിയാണല്ലോ. ആ മയ്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് ഈ സമൂഹത്തിൽ ആരാത് തീരുമാനിച്ചാണ്? അന്നെ ആരാതിനെ ഏൽപ്പിച്ചത്? ഇത് ഈ സമൂഹത്തിനകത്തുള്ള യോഗ്യത എന്താ? ഇത് ചോദിക്കാൻ പ്രത്യേകിച്ച് യോഗ്യത വേണമെന്ന് തോന്നുന്നില്ല. ഈ അരിയും ചോറും തിന്ന് നടക്കണ ചങ്ങായി ഒരു മനുഷ്യകോലത്തിൽ ജീവിച്ചൂടെ? ഇത് ആരാണ് അതൊക്കെ ചോദിക്കാന്? ബഹുമാനപ്പെട്ട മമ്പാട് സഖാഫിയോട് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പ്രഗത്ഭനായ ബോക്സിംഗ് ചാമ്പ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സാധാത്തുക്കളെ താറടിക്കണ ഇത് എന്ത് ബഹുമാനപ്പെട്ടതാ എന്റെ? ഇത് ആരെ ഈ പോത്താക്കണ? എനിക്ക് വഹാബിനെ മനസ്സിലായിരുന്നോ? ബഹുമാനപ്പെട്ട വഹാബ് മമ്പാട് സഖാഫിയോട് പുതുതായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു ലോക പ്രശസ്തനായ ബോക്സിംഗ് ചാമ്പ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ലോകപ്രസിദ്ധനായ മുഹമ്മദിനെ കുറിച്ച് എന്നോട് പറയാ? അത് എന്നോട് പറയേണ്ട കാര്യം വഹാബിന് എന്താടാ? ഏതായാലും വഹാബ് സഖാഫി ഇത്തരത്തിൽ ചൂടാവുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇത് വാട്സപ്പിൽ വിടടാ, നാട്ടുകാർ കേൾക്കട്ടെ. എന്താർക്കുള്ള യോഗ്യത ഇത് സംസാരിക്കാന്? ഈ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദിനും തമ്മിലുള്ള ബന്ധം എന്താ? താങ്കളുടെ അഭിപ്രായമില്ലെങ്കിൽ EP ജയരാജന്റെ പ്രസ്താവനയെ കുറിച്ച് താങ്കൾക്ക് വല്ല അഭിപ്രായമുണ്ടോ? ആ അഭിപ്രായം എന്നോട് പറയേണ്ട കാര്യം എന്താടാ? ജനങ്ങൾക്ക് വേണ്ടിയാണ്, സൈബർ ന്യൂസിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ജനങ്ങളോട് പറയേണ്ടത് പറയേണ്ട കാര്യമുണ്ടോ? ഓക്കെ, മണ്ണാർക്കാട് വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്ത്? ജനങ്ങളോട് പറയണേ ഞാൻ ആയിരങ്ങളെ മുന്നിൽ മൈക്കറ്റ് അന്തസ്സിൽ പറയുന്നുണ്ട്. അത് ഈ മണ്ടനായ എന്നോട് പറയേണ്ട കാര്യമല്ല. വാട്സപ്പിൽ കൂടി ക്ലിപ്പിട്ടോ.